ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കുവൈറ്റിൽ ചൂട് കൂടുകയാണ്, ഒപ്പം പൊടിക്കാറ്റും. ഈ കാലാവസ്ഥയിൽ നിന്നും അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുവൈറ്റ് മെട്രോ മെഡിക്കൽ കെയറിലെ ഡോക്ടർമാർ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളായി നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളിയാണ് ചൂടും പൊടിക്കാറ്റും. നിരവധി രോഗങ്ങൾക്ക് സാധ്യതയുള്ള ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് കുവൈറ്റ് മെട്രോ മെഡിക്കൽ കെയറിലെ ഡോക്ടർമാർ സംസാരിക്കുന്നു. ഹലോ, എൻ്റെ പേര് ഡോക്ടർ ഐറിൻ ഏലിയാമ്മ തോമസ്. ഞാൻ ENT രജിസ്ട്രാറായി മെട്രോ മെഡിക്കൽ കെയർ ഫർവാനിയിൽ ജോലി ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം കുവൈറ്റിലും ക്ലൈമറ്റ് വളരെ ചൂടേറിയതും വളരെയധികം പൊടിക്കാറ്റുള്ള ഒരു സമയമാണിത്. ഞാൻ OPD കൂടുതലായിട്ടും ഒരു 60 to 70% പേഷ്യൻസും നമുക്ക് ഈ സമയത്ത് അലർജി സംബന്ധമായ രോഗങ്ങളായിട്ടാണ് വരുന്നത്. മൂക്കടപ്പ്, ജലദോഷം, ശ്വാസം മുട്ടല്, വിട്ടുമാറാത്ത ചുമ, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ഇതൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്കറിയാം, നല്ല ചൂടാണ്. കഴിവതും ചൂട് കൂടിയ സമയങ്ങളിൽ പുറത്തിറങ്ങാതെ ശ്രമിക്കുക. ഇറങ്ങേണ്ട അവസ്ഥ വരികയാണ് എങ്കിൽ പൊടിക്കാറ്റുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും മാസ്ക് ധരിച്ച് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. കുട്ടികളെയൊക്കെ ഈ സമയങ്ങളിൽ, പൊടിക്കാറ്റുള്ള സമയങ്ങളിൽ കളിക്കാൻ പുറത്തേക്ക് വിടരുത്. വീട്ടിലെ നമ്മുടെ ഡോസും വിൻഡോസും എല്ലാം പ്രോപ്പർലി ക്ലോസ്ഡ് ആണ് ഈ സമയങ്ങളിൽ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുമാത്രമല്ല, വീടിനകത്തെ AC ഫിൽറ്റർ പ്രോപ്പർലി ക്ലീൻഡ് ആണ്, സർവീസ്ഡ് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഹൈഡ്രേഷൻ അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മുടെ മൂക്കിലെയും തൊണ്ടയിലും നോർമൽ ഇമ്മ്യൂണിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രേഷൻ. അതുമാത്രമല്ല, ഈ സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടിട്ട് അത് മരുന്നെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നമസ്കാരം, ഞാൻ ഡോക്ടർ ജിം അലക്സ്, പീഡിയാട്രീഷ്യൻ, മെട്രോ മെഡിക്കൽ കെയർ ഫർവാനിയ. ഇപ്പോൾ കുവൈറ്റിൽ ചൂട് കൂടി വരുമ്പോൾ കുട്ടികളിൽ പല അസുഖങ്ങളും കാണാം. ഇവ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? കുട്ടികളിൽ കൃത്യമായ അളവിലുള്ള ഫ്ലൂയിഡ്സ് കൊടുക്കുന്നത് പലപ്പോഴും ചൂട് മൂലമുള്ള പല അസുഖങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സഹായിക്കും. എത്ര അളവിൽ എന്ത് വെള്ളം കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള സംശയം പലപ്പോഴും മാതാപിതാക്കളുടെ ഇടയിലുണ്ട്. ഇത് പരിഹരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ മൂത്രത്തിന്റെ നിറം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രമാണെങ്കിൽ തീർച്ചയായും അവർക്ക് കൂടുതൽ വെള്ളം ആവശ്യമാണ്. ഇളം മഞ്ഞ നിറം മുതൽ വെള്ള നിറത്തിലുള്ള മൂത്രം തീർച്ചയായും നല്ലതാണ്. ഇതുകൂടാതെ തന്നെ ചെറിയ കുട്ടികളിൽ അവരുടെ ഡയപ്പറിന്റെ വെയിറ്റ്, അളവ് ഇതുപയോഗിച്ചും നമുക്ക് എന്തുമാത്രം അവര് പാൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് 6 മാസത്തിന് താഴെയുള്ള കുട്ടികളിൽ ഒരിക്കലും വെള്ളം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളിൽ മാത്രമേ നമുക്ക് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികളിൽ കൂടുതലായി നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് പാൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. വെള്ളത്തിനൊപ്പം തന്നെ വളരെ പ്രധാനമാണ് നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിൽ ഒന്നാണ് നമുക്ക് ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. രണ്ടാമത് അതുപോലെ തന്നെ പ്രധാനമാണ് സൺസ്ക്രീനിന്റെ ഉപയോഗം. SPF 30 അതിനു മുകളിലോ ഉള്ള ഫിസിക്കൽ ബാരിയേഴ്സ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമ്മുടെ കുട്ടികളെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കും. സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് എന്നീ കണ്ടന്റുകളുള്ള അത്തരം സൺസ്ക്രീനുകളിൽ SPF 30 അതിന് മുകളിലോ ആണെങ്കിൽ അവ ധരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കുട്ടികളെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ഈ സമ്മർ ടൈമിൽ കുട്ടികൾക്ക് സ്കൂൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും അവരുടെ സമയം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സംശയം മാതാപിതാക്കളിൽ കാണാറുണ്ട്. ഈ സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മിതമായ രീതിയിൽ സ്ക്രീൻസ്, TV, മൊബൈൽ അതുപോലത്തെ സ്ക്രീൻസ് അവരുടെ മുന്നിൽ കൊണ്ടുപോകുക. അതേപോലെ തന്നെ അവരെ ഫിസിക്കലായി ആക്റ്റീവായി വെക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ആദ്യത്തെ പടി എപ്പോഴും അവരുടെ ഉറക്കം കൃത്യമായ സമയത്ത് ക്രമീകരിക്കുക എന്നുള്ളതാണ്. കൃത്യം ഒരു 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഉറങ്ങി അതിരാവിലെ നല്ല ഉന്മേഷത്തോടെ എഴുന്നേൽക്കുന്ന രീതിയിൽ അത് ചിട്ടപ്പെടുത്തുക. കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യസമയത്ത് വെളിയിൽ പോവുക, അതേപോലെ തന്നെ വ്യായാമം, ഇവയെല്ലാം ഈ അവധിക്കാലം കൂടുതൽ സന്തോഷകരമാക്കുവാൻ സഹായിക്കും. Hi everyone, I am Dr. Hima Subhash, gynecologist, Metro Medical Care, ഫർവാനിയ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമ്മറിൽ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ശ്രദ്ധിക്കേണ്ട 5 ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. നമ്പർ 1, അവോയ്ഡ് ഡീഹൈഡ്രേഷൻ. ഡെയിലി നമ്മൾ 10 മുതൽ 12 ഗ്ലാസസ് വരെ വെള്ളം കുടിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വാട്ടറിന്റെ അംശം കൂടുതലായിട്ടുള്ള വാട്ടർ മെലോൺ, മസ്ക് മെലോൺ, കുക്കുംബർ പോലുള്ള സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നമ്പർ 2, അവോയ്ഡ് ഡയറക്റ്റ് സൺ എക്സ്പോഷർ.
സണ്ണിന്റെ ഇന്റൻസിറ്റി കൂടുതലായിട്ടുള്ള മോർണിംഗ് 11 AM മുതൽ ഈവനിങ് 4 PM വരെയുള്ള സമയങ്ങളിൽ ഡയറക്റ്റ് സൺ എക്സ്പോഷർ പ്രിവെന്റ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എമർജൻസിയായി പുറത്തു പോകേണ്ടി വരികയാണെങ്കിൽ ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ വസ്ത്രം ധരിക്കേണ്ടതാണ്. കണ്ണുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി സൺഗ്ലാസസ് ഉപയോഗിക്കാം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. അംബ്രല്ല, ക്യാപ്പ് തുടങ്ങി ഉപയോഗിച്ച് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. നമ്പർ 3, അവോയ്ഡ് ഫാറ്റി ആൻഡ് ഓയിൽ ഫുഡ്സ്. ഫാറ്റി ആൻഡ് ഓയിൽ ഫുഡ്സ് നമ്മുടെ ഡൈജഷനെ ഇമ്പയർ ചെയ്യുകയും നമ്മളെ കൂടുതൽ ഹീറ്റ് എക്സോഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിനാൽ അവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റഡ് ഡ്രിങ്ക്സും കോഫീൻ, അതായത് നമ്മുടെ കോഫിയുടെ ഉപയോഗവും വളരെയധികം കുറയ്ക്കേണ്ടതാണ്. നമ്പർ 4, നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ലൈറ്റ് കളറിലുള്ള കോട്ടന്റെ ലൂസ് ഡ്രസ്സുകളാണ് നമ്മൾ സമ്മറിൽ ധരിക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരികയോ പുറത്തുനിന്ന് വരികയോ ചെയ്യുകയാണെങ്കിൽ വിയർത്ത് നനഞ്ഞ നമ്മുടെ വസ്ത്രങ്ങൾ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത പ്രഗ്നൻസിയിൽ വളരെ കൂടുതലാണ്. 5ാമത്തെ അഥവാ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, എന്തൊക്കെയാണ് സമ്മറിൽ നമ്മൾ ഹീറ്റ് എക്സോഷന്റെ ലക്ഷണങ്ങൾ. വിട്ടുമാറാത്ത പനി, തലവേദന, ദേഹം വേദന, തലകറക്കം തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഹായ്, ഐ എം ഡോക്ടർ ശരൺ, മെട്രോ മെഡിക്കൽ കെയർ, ജലീവ്. ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് വെള്ളം ധാരാളം കുടിക്കുക, വെജിറ്റബിൾസും ധാരാളം കഴിക്കുക. പിന്നെ ഹൈ ഇന്റൻസ് ടെമ്പറേച്ചർ ടൈമിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മെയിനായിട്ട് ഒഴിവാക്കുക. പിന്നെ ഇൻ കേസ് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ റൊട്ടീൻസ് ആയ സൺസ്ക്രീൻ മെയിനായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ടൈമിലാണ് ഡയറിയൽ ഡിസീസ് കൂടുതലായിട്ട് കാണുന്നത്. മെയിനായിട്ട് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് നിർബന്ധമാണ്. പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ മെയിനായിട്ട് അതൊക്കെ ഒന്ന് കഴുകി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പേഷ്യൻസ് ഓൺ ഇൻഹേലർ അല്ലെങ്കിൽ ആസ്മാറ്റിക് ഡിസീസ് ഉള്ള പേഷ്യൻസ് ഒക്കെ മെയിനായിട്ട് ഈ ടൈമിൽ, ഈ ട്രാൻസിഷൻ സോൺ ടൈമിലാണ് കൂടുതൽ എക്സാസർബേഷൻസ് വരാൻ സാധ്യത കൂടുതൽ. ആ ടൈമിൽ അവർ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് കുറച്ച് ആവശ്യമായ ചെക്കപ്പ് ചെയ്തിട്ട് മെഡിസിൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ചൂടും പൊടിക്കാറ്റും സ്ഥിരമായി അനുഭവിക്കുന്ന ഈ കാലാവസ്ഥയിൽ ചില മുൻകരുതലുകൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. കുവൈറ്റിലെ മെട്രോ മെഡിക്കൽ കെയറിൽ നിന്നും ക്യാമറമാൻ അദ്വൈതിനോടൊപ്പം IV സുനീഷ്, വേങ്ങര.